ശ്രുതി ഇനി കോഴിക്കോട്ടേക്ക് പോകുന്നില്ല. ആ ജോലി ഒഴിവാക്കി ഇനി തൻ്റെ അച്ചായൻ്റെ ബിസിനസ്സുകൾ വീണ്ടും തുടരണം എന്നാണ് ശ്രുതി ജെൻസൻ ആഗ്രഹിക്കുന്നത്. ജെൻസൻ്റെ ഓർമ്മയിൽ എന്നും കഴിയാനാണ് ശ്രുതി ആഗ്രഹിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥനകഥകൾ നമ്മളെല്ലാവരും കേട്ടറിഞ്ഞില്ലേ? വിധി ഈ കുട്ടിയെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനമായി താങ്ങായും തണലായും തനിക്ക് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ജെൻസനും ആ ഒരു അപകടത്തിൽ പൊലിഞ്ഞുപോയി. ശ്രുതി വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിച്ചു. താൻ തളർന്നാൽ അത് ജെൻസൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വേദനയാകും എന്ന കാര്യം വ്യക്തമായി അറിയാം ശ്രുതി മോൾക്ക്. എനിക്കിനി ജെൻസൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കണം. എനിക്കിപ്പോൾ ഒരു അച്ഛനെയും അമ്മയെയും കിട്ടി. താൻ ഈയിടക്കാണ് മൊബൈൽ ഫോൺ എടുത്തു നോക്കിയതെന്നും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എന്നെ ചേർത്ത് പിടിച്ചതിലും വലിയ സന്തോഷം എനിക്കുണ്ടെന്നും ശ്രുതി പറഞ്ഞു. എന്നാൽ ചില യൂട്യൂബ് ചാനലുകളിൽ വന്ന വാർത്തകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്നും അത് ജെൻസൻ്റെ കുടുംബത്തിനെയും വളരെയേറെ സങ്കടത്തിലാക്കിയെന്നും ശ്രുതി പറഞ്ഞു. ജെൻസൻ്റെ അച്ഛനും അമ്മയും ശ്രുതിയെ നോക്കുന്നില്ല, ശ്രുതിയെ ഇനി സിദ്ദീഖ നോക്കും എന്നിങ്ങനെയുള്ള തലക്കെട്ടിൽ യൂട്യൂബ് ചാനലുകളിൽ വന്ന വാർത്തകൾ വ്യാജമാണെന്നും അതെന്നെ സങ്കടത്തിലാക്കിയെന്നുമാണ് ശ്രുതി പറഞ്ഞത്. എന്തൊരു പണിയാണടോ ഇത്! വളരെയേറെ വിഷമത്തിലും സങ്കടത്തിലും കഴിയുന്ന കുടുംബത്തിൻ്റെയും ഇനി എനിക്ക് ജീവിതം എന്തെന്ന് കരുതി ജീവിക്കുന്ന ഈ പെൺകുട്ടിയുടെ പേരിലും എന്തിനാണ് വ്യാജ പ്രചരണം നടത്തുന്നത്? ജെൻസൻ്റെ അച്ഛനെയും അമ്മയെയും ഇനി സംരക്ഷിക്കാൻ പോകുന്നത് തന്നെ നമ്മുടെ ശ്രുതിയായിരിക്കും. അതിനുവേണ്ടി ജെൻസൻ്റെ ബിസിനസ്സുകൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമവും, കൂടാതെ തൻ്റെ നിലനിൽപ്പിന് തനിക്കും ഒരു ജോലി വേണമെന്നാണ് ശ്രുതി പറഞ്ഞത്. ദൈവത്തിൻ്റെ വിധിയാണ് കുട്ടി, എല്ലാം സഹിച്ചേ പറ്റൂ. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, നീ എത്ര തന്നെ വേദനിച്ചാലും അതിൻ്റെ പിന്നിൽ നിനക്ക് നല്ലൊരു സന്തോഷം വരാനുണ്ട്. ജെൻസൻ്റെ ഓർമ്മകളിൽ എന്നും ഇങ്ങനെ കഴിയാനാണോ ശ്രുതിമോളുടെ വിചാരം? നിനക്കൊരു ജീവിതം വേണം, നിനക്കൊരു ഭർത്താവിനെയും. എല്ലാം മറക്കാനും പൊറുക്കാനും നിനക്ക് കഴിയട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ. നിന്നെ ചേർത്ത് പിടിക്കാൻ ദൈവം മറ്റൊരാളെ നിയോഗിച്ചെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് തടയാൻ ശ്രമിക്കുന്നത്? അതല്ലെങ്കിൽ ഈ ചെറിയ പ്രായം മുതൽക്കേ തന്നെ ജീവിതം എന്തെന്നറിയാതെ നീ ഇങ്ങനെ തനിച്ച് ജീവിതം തള്ളി നീക്കണം? നിന്നെ ഇഷ്ടപ്പെട്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ആരെങ്കിലും വരികയാണെങ്കിൽ ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ജെൻസനായിരിക്കും.